പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് അരിത്തമാറ്റിക് സ്കിൽസ് ബേസ് ചെയ്ത ബേസിക് അരിത്തമാറ്റിക് സ്കിൽസ് CHSL 2020 പാർട്ട് 1 സീരീസസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓരോ ബുക്കുകളിൽ നോക്കി റെഫർ ചെയ്തതും അതേപോലെ ഞാനായിട്ട് കുറച്ച് ട്രിക്സസ് ഉണ്ടാക്കിയതുമാണ്. ഇതിനേക്കാളും എഫിഷ്യൻ്റ് ആൻഡ് ബെറ്റർ സ്കിൽസ് ഉള്ളതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, പ്ലീസ് കമൻറ്റ് ഇറ്റ്. അത് നമുക്കും യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് മോഹനൻ ഓഫർ ഈസ് ആർട്ടിക്കിൾ അറ്റ് ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ട് കൊടുത്തു ആൻഡ് മാർക്കഡ് പ്രൈസ് 35 ആയിട്ട് കോസ്റ്റ് പ്രൈസിൻ്റെക്കാൾ ഇൻക്രീസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാം. ഇപ്പം 100 രൂപയുടെ സാധനം നമ്മളൊരു 10% ഇൻക്രീസ് ചെയ്തു. 10% ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ എത്രയാണ്? 110 ആവും. 10% ഇൻക്രീസ് 10% ഇൻക്രീസ് ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ 110 ആവും. അടുത്തൊരു 10% കൂടി ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ എന്താ വരിക? 121 ആവും. 121 ആവും. അടുത്തൊരു 10% കൂടി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ ഇൻക്രീസ് എത്ര ഉണ്ടാവണേ? 21% ഇൻക്രീസ് ആണ് ഉണ്ടാവണേ. അറിയാമല്ലോ, 21% ആണ് ഓവറാൾ ഇൻക്രീസ് ഉണ്ടാവുന്നത്. 2 പ്രാവശ്യം 10 പ്രാവശ്യം 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 21% ഇൻക്രീസ് ആണ് വരിക. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഷോർട്ട് കട്ട് നോക്കാം. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞാൽ 10% ഇൻക്രീസ് ചെയ്തു പ്ലസ് 10 × 10 ഡിവൈഡഡ് ബൈ 100. എത്ര വന്നു? ഇതും പോയി 21% ടോട്ടൽ ഇൻക്രീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻക്രീസ് എത്രയാണ്? 2 പ്രാവശ്യമാക്കി കഴിഞ്ഞാൽ 21 എന്നുള്ള കണ്ടീഷനാണ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതൊന്ന് നോട്ട് ചെയ്യുക. x + y + xy ബൈ 100 എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. അഥവാ ഏത് പെർസെൻറ്റേജിൻ്റെ കേസസിൽ ഒന്നിൻ്റെ ഇൻക്രീസ് വന്ന് പിന്നെ അതിൽ വേറൊരു ഇൻക്രീസും കൂടി വരികയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുക. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കുകൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ട്രിക്സ് യൂസ് ചെയ്യാൻ കഴിയും. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ സെല്ലിംഗ് കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ 35% കൂട്ടി. ഡിസ്കൗണ്ട് 20% ഗിവൺ. അപ്പോൾ എത്രയായിരിക്കും? 35 × 20/100 എത്ര വരിക? ഇത് 7 ആയിരിക്കും. 27 - 35 8. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു സർക്കിൾ വരക്കുക. അതിന് 2 കോഡുകൾ വരച്ചു. ഇതിൻ്റെ ഫോർമുല മാത്രമേ ഞാൻ മെൻഷൻ ചെയ്യുന്നു. എങ്ങനെ കിട്ടിയെന്ന് കിട്ടിയത് പറഞ്ഞാൽ സിമിലാരിറ്റിയാണ്. സിമിലാരിറ്റി ബേസ് ചെയ്താണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ആണ് ഇതൊക്കെ. ABC = CD എന്നുള്ളൊരു ഫോർമാണ്. ABC = CD എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? PB എന്ന് പറയുന്നത് 9 ആണ്. AB പറയുന്നത് 15 ആണെങ്കിൽ AP എത്രയായിരിക്കും? 6. പിന്നെ CP എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3. അപ്പോൾ 6 × 9/3 18. അങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നേരം. ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 5:2 എന്നുള്ളതാണ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ.
അപ്പോൾ എത്രയായിരിക്കും വരിക? 7 × 2 ചുറ്റളവല്ലേ 238. 14 = 238 ആയിരിക്കും വരിക. ചുറ്റളവ് വരിക. ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെ 2 ടൈംസസ് ആയിരിക്കും, സമ്മിൻ്റെ 2 ടൈംസസ് ആയിരിക്കും ചുറ്റളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര വരിക? ഇവിടെ 7 വരിക. 17. ഇതിൽ കാണാൻ പറഞ്ഞിരിക്കുന്ന സാധനം എന്താ? ലെങ്ത്താണ്. അപ്പോൾ 17 × 5 എത്രയാണ്? 85. യെസ്, ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല ഞാനിവിടെ എഴുതാം. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് 3xy സെഡ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഈ സാധനം എന്നുള്ളതാണ് എൻ്റെ ഫോർമുല. ഓക്കെ, x² പ്ലസ് മൈനസ് എന്താ പറയുക? ഓക്കെ, ഈ സാധനമായിരിക്കും എന്താ? x² പ്ലസ് y² പ്ലസ് z² മൈനസ് xy മൈനസ് yz മൈനസ് zx എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം. x³ പ്ലസ് y³ 75 ആണ്. ഈ സാധനം 75 ആണ്. കളറൊന്ന് മാറ്റി കൊടുക്കാം. ഇത് കളർ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി കളറൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, കളറൊന്ന് മാറ്റാം. ഓക്കെ, എത്രയാണ്? x³ പ്ലസ് y³ പ്ലസ് z³ 75. അതേപോലെ 3 × xyz 15 × 3 പറഞ്ഞാൽ എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ 10 ആണ്. x പ്ലസ് y 10 എത്രയാണ്? 75 × 45 30. 30/10 ഇതാണ് ആൻസർ. ഓക്കെ, ഇനി ആവറേജ് ജേർണി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആവറേജ് ജേർണി എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ജേർണി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് ആവറേജ് ജേർണി. ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 18, 20, 38, 25, 65 ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 18/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. 20/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. പിന്നെ 27/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. 6.5 ആയിരിക്കും വരിക. 65/. ഓക്കെ, ഇതൊരു ഫോർമുലയാണ്. ടാൻ എ മൈനസ് ടാൻ ബി ഈക്വൽ ടു എന്താ? ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ടാൻ ബി എന്നുള്ളതാണ്. ഇതിൽ 60 ആണ്. ഇതാണ് ആ ഫോർമുല വരുന്നത്. അതിനെ ഷോർട്ടാക്കിയിരിക്കുന്നതാണിത്. അപ്പോൾ എന്താ വരിക? 60 എന്ന് പറഞ്ഞാൽ 60 മൈനസ് 15 45. 45 ടാൻ എത്രയാണ്? 1 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെത്രയാണ്? 125 പോയിന്റ് അഥവാ 12.5 മൈനസ് 13 പറഞ്ഞാൽ 0.5. ഇതെത്രയാണ്? 7.5 × 8 എന്ന് പറഞ്ഞാൽ 56. 7, 8, 56. കൂടെ ഒരു 8ൻ്റെ അരയും കൂടി. 8ൻ്റെ അര പറഞ്ഞാൽ എത്രയാണ്? 4. 60.5 എന്ന് വരും.
അപ്പോൾ ടോട്ടലി എത്രയാ? 60.5. 60.5ൻ്റെ കൂടെ ഇത് മൈനസ് ചെയ്ത് എന്താ വരിക? ഇത് ടോട്ടലി എത്രയായിരിക്കും വരിക? ഇത് ടോട്ടലി ആയിട്ട് 3.5, 60ൻ്റെ കൂടെ 3.5 കുറച്ച് കഴിഞ്ഞാൽ 2.5. 2.5 ആയിരിക്കും വരിക. 2.5 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 15ൻ്റെ സ്ക്വയറാണ് 225. അപ്പോൾ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? 0.9. 0.9 പ്ലസ് 2.1 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, എക്സ് വൈ സെഡ് എന്നുള്ളൊരു ട്രയാങ്കിളാണ്. ഇതിനെ രണ്ടെണ്ണമായി സ്പ്ലിറ്റ് ചെയ്തു. ഏതാണ്? ZL അതേപോലെ YM എന്നുള്ളത് ഇത് G ആയിട്ടുള്ള പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് GLM ഈസ് ടു എത്രയാണ്? XYZ എന്നുള്ളതാണ്. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ? എന്താണ് മീഡിയൻസ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. അഥവാ ആംഗിളിനെ ഈക്വലായി സ്പ്ലിറ്റ് ചെയ്യുക. ആംഗിളിനെ ഈക്വലായി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഏരിയനെ പകുതിയാക്കുന്ന പരിപാടിയാണ്. ഏരിയനെ പകുതിയാക്കുന്നത്. അപ്പോൾ ഇതും 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. ഏരിയനെ പകുതിയാക്കുന്ന കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഓക്കെ ഇതിൻ്റെ ഏരിയ 1 ആക്കി എടുക്കുകയാണെങ്കിൽ എന്താ വരിക? മുകളിലുള്ള ഏരിയ 2 ആവും. അങ്ങനെയാണെങ്കിൽ 2 1 2 3 4. ഓക്കെ, 1 അല്ല അത് വരിക. ഇത് പറഞ്ഞാൽ ഇതിൻ്റെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഏരിയകൾ എന്തായിരിക്കും റേഷ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 1 ആണെങ്കിൽ ഇത് 1, ഇത് 1, ഇത് 1. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ വരിക? ഇത് 1 ആയിരിക്കും, ഇത് 1 ആയിരിക്കും, ഇത് 2 ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക? അതിൻ്റെ പകുതി 1 1 1 1 1. ഓക്കെ, ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക? ഇതിൻ്റെ ഇത് ചെറിയൊരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന സംഭവമാണ്. ഇതിനെങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഏരിയ ഈക്വൽ ആയിരിക്കും, ഇവിടെയുള്ള ഏരിയ ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇങ്ങനെയും കൂടി ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയും കൂടി കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഇങ്ങനെയുള്ളത് ഇതിൻ്റെ പകുതി ആയിരിക്കും. പകുതിയാണെങ്കിൽ ഇത് 1 ആണെങ്കിൽ ഇത് ഇരട്ടിയായിരിക്കും. ഇത് 2 2 2 2 2 2. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? 1 2 3 4 5 6 1:12 എന്നുള്ളതായിരിക്കും വരിക. ഓക്കെ, അതാണ്. അപ്പോൾ ഈക്വലായി സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗുലാർ ബൈസെക്ടറിൽ ഇങ്ങനെ ഒരു വരയും കൂടി വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ആക്കി എടുക്കുകയാണെങ്കിൽ, ഇവിടെ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2. കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യല്ലേ സാധനം. ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ സാധനത്തിൻ്റെ മാത്രമായിട്ട് എന്താ വരിക? എന്താണ് പറയുക? GLM-ൻ്റെ ഇതായിട്ടുള്ളത് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 1 ആയിട്ടും വരും. മോളുള്ളത് എത്രയായിട്ടും വരും? 2 ആയിട്ടും വരും. 2 എന്ന് പറഞ്ഞാൽ ഈ 2യുടെ എണ്ണം നോക്കിയാൽ മതി. 1 2 3 4 5 6 6 എന്താ? 12. അതായിരിക്കും അതിൻ്റെ ആൻസർ. അത് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് വേറെ വല്ല വഴിയുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ തിയറിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വരിക. ഈ ഒരു സൈഡത്തെ മാത്രമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ട്രയാങ്കിൾ സ്പ്ലിറ്റ് ചെയ്യുക, അതേപോലെ ജോയിൻ ചെയ്യാനും നോക്കുക. അങ്ങനെ വേണ്ടേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ക്യു. ഓക്കെ, പി ക്യു ആർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പി ക്യു ആർ. പി ക്യു ആറിൽ ക്യു പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വലാറ്ററൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും വരിക? 10, ഇവിടെ 10, ഇവിടെ √2 10 ആയിരിക്കും വരിക. കാരണം 45 അല്ലേ, അപ്പോൾ അങ്ങനെയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം പി ക്യു. ഇതിൻ്റെ എന്താണെന്ന് ചോദിക്കാം. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് പറഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കണ വരിക. സർക്കിൾ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റേഡിയസ്? 5√2 എന്നുള്ളതായിരിക്കും വരിക. ഇതിൻ്റെ പകുതിയായിരിക്കും വരിക. ഓക്കെ, ഒരു സർക്കിൾ ചുറ്റും വരയ്ക്കുക പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ √2 ആയിരിക്കും വരിക, 5√2. ഓക്കെ, ഇതിൻ്റെ കേസിൽ വാല്യൂസ് കൊടുത്തു നോക്കുക. 30 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇതിൻ്റെ കൂടെ 30 കൊടുത്തു നോക്കുക. 30 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? സീക്ക് 30 പറഞ്ഞാൽ എത്രയാണ്? കോസ് 30 എന്ന് പറഞ്ഞാൽ √2/3, √3/2. അപ്പോൾ 3/4 എടുത്താൽ മതി, -4. യെസ്, 30. ഓക്കെ, ജസ്റ്റ് വാല്യൂ പുട്ട് ചെയ്താൽ മതി. 30 കൊടുത്താൽ മതി. ഓപ്ഷൻ നിന്നിട്ട് പുട്ട് ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. In a figure, L is the center. In a figure, L is the center of the circle. ML is the perpendicular to LN. The area of triangle MLN is area of triangle ML ആണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ. ഇത് ഒരു ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു റൈക്ടാങ്കുലർ ട്രയാങ്കിൾ കൊടുത്തു. ഇത് ആറാണെങ്കിൽ ഇത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വം എന്ന് പറഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അങ്ങനെ 2 റേഡിയസ് അല്ലേ, റേഡിയസ് ഈക്വൽ ആണ്. അപ്പോൾ എന്താ വരിക? ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞാൽ എന്താ? 1/2 r² ആയിരിക്കും വരിക. 1/2 r² എന്ന് പറഞ്ഞാൽ 36, 72 ആണ് r². πr² ആണ് ഏരിയ ഓഫ് സർക്കിൾ. ആൻസർ 72. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 77 raised to 77 plus 77 by 78ൻ്റെ റിമൈൻഡർ എത്രയാണെന്നുള്ളത്. നമ്മൾ ഇതിൽ -3 ഇതിനുണ്ടോ, ഇതിൻ്റെക്കാളും മുകളിലാണ് ഇത് കിടക്കണത്, ഇതിൻ്റെക്കാളും ചെറുതാണ് കിടക്കണത്. അപ്പോൾ ഇതിന്ന് രണ്ടും മൈനസ് ചെയ്തതായിരിക്കും വരിക. അപ്പം -1 raised to 77 ഉണ്ടോ, ഇവിടെ -1 ആയിരിക്കും 77 by 78 എന്നുള്ളതാണ് വരിക. അപ്പോൾ എന്താ വരിക? -2 by 78. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക, 76 അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, റിമൈൻഡർ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത പറഞ്ഞാൽ, ഓക്കെ, 30 men working 8 hours per day can dig 60 days. Okay, in 60 days. By working how many hours per day 32 men dig to same pond in 20? ഇതിൽ പ്രത്യേകം പറഞ്ഞാൽ വർക്ക് അറിയുന്നത് സെയിം ആയിരിക്കും, ചെയ്യേണ്ട വർക്കിൻ്റെ കാര്യത്തിൽ സെയിം ആയിരിക്കും. ആ കണ്ടീഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ? 30 × 8 × 16 ഈക്വൽ ടു 32 × 20 എന്നുള്ളതാണ്. ഇപ്പോൾ 32 പറഞ്ഞാൽ ഇവിടെ 2, 40 പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്നും പോവും 2, 6 വരും ആൻസർ. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമുല. ചെയ്യേണ്ട വർക്ക് അതേപോലെ മറ്റേ സാധനം കൂടി ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം കൂടി ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ മറ്റേന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് വാട്ട് പ്രൈസ് കോസസ് ലോസ് 30%? ഇത് 2 രീതി ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട രീതി, ഓക്കെ, 25
250 എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിൽ നോക്കാം. 20% ലോസിലായിരുന്നു 2500 രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 20% നമ്മുടെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? 1/5. 20% ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഓക്കെ 4/5. 4/5 എന്ന് പറയുന്നത് എത്രയാണ്? 250. അപ്പോൾ എത്രയായിരിക്കും? 1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 625. 625 ആയിരിക്കും വരിക. അപ്പോൾ 625 വന്നു. അപ്പോൾ 625 ഇൻറ്റു 625 ഇൻറ്റു 5 എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇൻറ്റു 7 ആയിരിക്കും അതിൻ്റെ ലോസ് ഉണ്ടാവുക. 70%. അഥവാ 70% എന്നാൽ 7 അതായത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? 70% ആയിരിക്കും വരിക. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓക്കെ 35 ഇൻറ്റു 625. 35 ഇൻറ്റു 625 പറഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും ടോട്ടൽ? 75ഉം 18ഉം ഒരു 0 ഇട്ട് കൊടുക്കുക. പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 5 2 2 12 1 13. ഓക്കെ അല്ല 30ഉം ഓക്കെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 125 31. അപ്പോൾ ലാസ്റ്റ് എത്ര വരണ്ടേ? ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടേണ്ടത് 75ആണ്. 75 ലാസ്റ്റ് വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, അത് കൊടുക്കുക. ഓക്കെ ഇത് വേഗം ചെയ്തു പോയതാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. കൺസെപ്റ്റ് കാര്യമായിട്ട് ഇല്ല. ശരിക്കും കൺസെപ്റ്റ് പറഞ്ഞാൽ ഇതിൽ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സാധാരണ ഇതിൻ്റെ സാധാരണ കൺസെപ്റ്റ് എന്തായി? 2500 ഡിവൈഡഡ് ബൈ 800 80 ഇൻറ്റു 70. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ 65 ആയിരിക്കും വരിക. ഈ സാധനം നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 65 ആക്കി എടുത്താൽ മതി. 625 ആക്കി എടുത്താൽ മതി. അതാണ് അതിൻ്റെ ആൻസർ എന്നുള്ള എടുത്താൽ മതി. ആവറേജ് ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ ഇൻ എ മാച്ച് ഈസ് 335 ആൻഡ് ആവറേജ് ഓഫ് 12 മാച്ച് ഫൈൻഡ് ദ 8 മാച്ച്. ഓക്കെ ഇതിൻ്റെ കേസസിൽ നോക്കുകയാണെങ്കിൽ ഇതെത്രയാണ്? ഇതിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 700. ഇതെത്രയാണ്? 45 ഇൻറ്റു 12 പറഞ്ഞാൽ എത്രയാണ്? 450ഉം 90ഉം 540. 540 ആയിരിക്കും വരിക. 540. 540ഉം 700ഉം പറഞ്ഞാൽ എത്രയാണ്? 160. 160 കൂട്ടിയാൽ മതി. 160നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ നിന്ന് മുകളിലേക്ക് പോയാൽ മതി. ഇതിൽ ടാൻ 1 എന്ന് പറഞ്ഞാൽ എത്ര? 45 കൊടുത്തു നോക്കുക. 45 കൊടുത്തു കഴിഞ്ഞാൽ 4 മൈനസ് 3/2 ഫ്രാക്ഷൻ വരും. അപ്പോൾ ഇതല്ല. √2 കൊടുത്തു കഴിഞ്ഞാൽ √3 എന്ന് കൊടുത്തു കഴിഞ്ഞാലും 3 ഓക്കെ √3 കൊടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈഡ് ആവുമോ നോക്കാം. √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടാൻ √3 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 4 ഇൻറ്റു cos 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? cos 30 എന്ന് പറഞ്ഞാൽ 3/4 മൈനസ് 3 എത്രയാണ്? 3/4 ഫ്രാക്ഷൻ വരും. ഫ്രാക്ഷൻ നമുക്കില്ല, 0 ആയിരിക്കും വരിക. ഇനി √2 കൊടുത്തു നോക്കാം. √2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? √2 പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? √2 എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ കേസിൽ എന്താ വരിക? √2 1 √3 അല്ല വരിക. ഇതിലും ഫ്രാക്ഷൻ വരും. എങ്ങനെ വെച്ചാൽ 3 ഉണ്ടോ? 4/3 എന്നുള്ള കണ്ടീഷനിൽ ഫ്രാക്ഷൻ വരും. അപ്പോൾ 1 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ഓക്കെ ഫ്രാക്ഷൻ വരരുത്, 0 കിട്ടണം. ഓക്കെ
ഇതിൻ്റെ കേസസിൽ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ കേസ് നോക്കാം. ഇവിടെ അല്ലേ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ കേസസിൽ എ പ്ലസ് ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 4ab സിൻ്റെ റൂട്ടാണ് എന്തായി വരുന്നത് എ പ്ലസ് ബി എന്നുള്ളത്. ഈ ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ചെയ്യാം ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് എ ബി കണ്ടുപിടിക്കുക എന്നുള്ളത്. എ ബി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab പ്ലസ് 2ab ഈക്വൽ ടു എത്രയാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതില്ലല്ലോ ഇതിൽ. സോറി ഇതിൻ്റെ സംഭവം ഇതിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എങ്ങനെ കാണുക? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ മൈനസ് ബി ഹോൾ ക്യൂബ് പ്ലസ് 3ab എ മൈനസ് ബി എന്നുള്ളത്. മൈനസ് ബി അല്ല, പ്ലസ് ബി, ഇവിടെ മൈനസ് ആണ്, സോറി. അപ്പോൾ എന്തായിരിക്കും വരിക? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് 88 മൈനസ് 64 ഡിവൈഡഡ് ബൈ 4. 64 പറഞ്ഞാൽ എത്ര വരിക? 24 12 2. ഓക്കെ, ഇവിടെ 4 കൂടി കൊടുത്തു കഴിഞ്ഞാൽ 12. എത്രയാണ് വരിക? എ ബി എന്ന് പറയുന്നത് 12 ആയിരിക്കും വരിക. എ ബി എന്ന് പറയുന്നത് 12 ആയിരിക്കും വരിക. ഓക്കെ, എ ബി പറഞ്ഞാൽ 12 ആയിരിക്കും വരിക. എന്നാൽ എ മൈനസ് ബി ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുക, അതിൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ബി കിട്ടും. എ ബി പറഞ്ഞാൽ 12 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ കാണേണ്ട ഏതാ? എ മൈനസ് ബി എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 4ab ൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ റൂട്ട്. അപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 60. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 8. 16 പ്ലസ് 8 പറഞ്ഞാൽ 24. 24 24ൻ്റെ റൂട്ട് എത്രയാണ്? 24ൻ്റെ റൂട്ട് എത്രയാണ്? 24ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ഉണ്ട്, അല്ല 4 ഉണ്ട്. 4ഉം 6ഉം റൂട്ട് 6. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിൽ എ മൈനസ് ബി നമുക്ക് കിട്ടി. എത്രയാണ്? 2√6. എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് 4ഉം കിട്ടി. അപ്പോൾ ഏതാ വരിക ആൻസർ? 4 × 2√6. ഓക്കെ, കുറച്ച് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ പറയുമ്പോൾ വലുതാവും സാധനം. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഓക്കെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എത്ര വരിക? ഇതിനെ നമ്മളൊന്ന് മാറ്റാം. പ്രിൻസിപ്പളിൻ്റെ അടുത്തായിട്ട് തന്നെ കിട്ടണം. എത്ര വരിക? 50/400 ആണ്. How many years will the simple interest on a sum of money equal to the principal rate of 2/4 per annum എന്നുള്ളത്? ആവുകയാണെങ്കിൽ എത്ര വർഷം എടുക്കണം എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ 8 വർഷം. 8 വർഷമാണ് എടുക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് PNR എന്നുള്ളൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈക്വൽ ടു പി ആവുമ്പോൾ ആറിനെ നമ്മൾ തിരിച്ചിട്ടാൽ മതി. അതാണ് ആൻസർ കിട്ടുക. ഇനി അടുത്ത് 40% നിന്ന് 30% ഡിക്രീസ് ചെയ്ത് എത്ര പെർസെൻറ്റേജാണ് സ്പീഡ് കുറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ?
40 to 30 പറഞ്ഞാൽ എത്ര ഡിഫറൻസ് എടുക്കുക എത്രയാണ് 10 40 25% കുറയും. ഓക്കെ 25% കുറയും എന്നാണ് ഇവിടെയുള്ള ഇക്വേഷൻസ്. ഓക്കെ 360 divided among Kamal, Seema and Rita. The ratio of schemes is Seema is okay. സീമയും കോമലും എത്രയാണ് 1.5:2 എന്നുള്ളതാണ്. ഇത് നമ്മളൊന്ന് മാറ്റി ചെയ്താൽ 15:20 എന്നാക്കാം. 15:20 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3:4. അപ്പോൾ 3:4 ആണ് കമൽ ആൻഡ് ഇതുള്ളത്. 3:4. അടുത്തത് ഏതാ കമൽ ആൻഡ് റീത്ത എത്രയാണ് 2:2.5 എന്നുള്ള നമുക്ക് മാറ്റാം 20:25. ഇത് മായ്ച്ചാൽ എന്താ വരിക ഓക്കെ ഇതിനെ ഷോർട്ടായി കഴിഞ്ഞാൽ എന്താ പറയുക 4:5 ആയിരിക്കും വരിക. 4:5. അപ്പോൾ ഇതിൻ്റെ മൊത്തം റേഷ്യോ എങ്ങനെയായിരിക്കും വരിക 3:4:5 എന്നുള്ള ആ റേഷ്യോ വരിക. ഇത് ടോട്ടൽ എമൗണ്ട് എത്രയാണ് 366 ഓക്കെ 36 ആയിട്ട് എടുക്കാം നമുക്ക് ഷോർട്ടാക്കി എഴുതുമ്പോൾ. അപ്പോൾ എന്താ വരിക ഇത് 7 5 12 എന്ന് പറയുന്നത് എത്രയാ 360 ആയിട്ട് കൺസിഡർ 360 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരിക 3 വരിക. ഇതിൽ കാണാൻ പറഞ്ഞിരിക്കുന്ന ആരാ റീത്തയുടെ എത്ര 5 ആണ്. അപ്പോൾ 5 × 3 15 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. ഓക്കെ ഇനിയും കാണുക ഇതേമാതിരിയുള്ള വീഡിയോ. കുറച്ച് കോംപ്ലക്സാണ് ചിലത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല പക്ഷേ